Hi all, welcome to the world of statistics. So ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിന്റെ ഫോർത്ത് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 3 സെഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തതും അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ടൈപ്പ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസോ ഒക്കെ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് സ്കിപ്പ് ചെയ്യാണ്ട് കാണും. Okay. So straight we move on to the first question. It's a very important question. Assume that the daily sales of petrol follows exponential distribution. Daily sales of petrol follow ചെയ്യുന്നത് exponential distribution ആണ്. The hypothesis is that the sales of petrol is 1000 liters per day. ആ sale of petrol per day 1000 ആണ്. Against it is 1500. Okay, ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. Then our sales on the day is 1200 liters or more, we rejection ആണ്. ആ സെയില് 1200 അതിന് മേലെയോ ആവുമ്പോൾ നമ്മൾ H നോട്ട് റിജക്ട് ചെയ്യും. Then what is the type 1 error probability? അല്ലെങ്കിൽ സൈസ് എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ദ ടെസ്റ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് ടൈപ്പ് 1 error എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക്? എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ആദ്യം here the daily sales of petrol follows exponential distribution. Daily sale follow ചെയ്യുന്ന exponential distribution ആണ്. അത് നമുക്ക് മനസ്സിലായി. So here it is follows exponential distribution. അപ്പൊ അതിന്റെ probability density function എന്താ വരാ? Lambda e raised to minus lambda x, x greater than 0. Now the hypothesis is that the sales of petrol is 1000 liters per day is tested against. അപ്പൊ H നോട്ടിൽ നമുക്ക് 1000 വരും, H1 1500 വരും. ഇനി 1200 അതിൽ കൂടുതലും ആവുന്ന സമയത്ത് we reject H naught. അപ്പൊ നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അതിന്റെ റിജക്ഷൻ റീജിയൻ ആണ്. ആ റിജക്ഷൻ റീജിയൻ എന്താ? x greater than or equal to 1200. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ? H naught കിട്ടി, H1 കിട്ടി, റിജക്ഷൻ റീജിയൻ കിട്ടി. സോ നമുക്ക് വേണ്ടത് ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റി, ദാറ്റ് is alpha is equal to probability of reject H naught when H naught is true. H naught true ആവുന്ന സമയത്ത് നമ്മൾ അതായത് ശരിക്കും H naught true ആയിരുന്നു, but we reject H naught. ഇനി ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? which is equal to probability of reject H naught. reject H naught എന്ന് പറയുമ്പോൾ നമ്മുടെ H naught ക്രിട്ടിക്കൽ റീജിയണിൽ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയണിൽ ഫോളോ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ അവിടെ എന്താ നമ്മൾ കൊടുക്കണ്ടേ? ആ റിജക്ഷൻ റീജിയൺ എന്തായിരുന്നോ അത് കൊടുക്കുക. given H naught is true എന്ന് പറഞ്ഞാ H naught the value 1000 ആണ്. ഇനി ഇവിടെ x ഫോളോ ചെയ്യുന്ന 1200 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1200 ആണ്. ഈ ഒരു പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഇന്റഗ്രൽ ഓവർ x f of x dx. ഇവിടെ f of x എന്താ? lambda e raised to minus lambda x dx. ഇനി x ന്റെ റേഞ്ച് എന്താ? ആക്ച്വലി x ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ബട്ട് ഇവിടെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1200 ആണ്. അപ്പൊ 1200 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇനി lambda e raised to minus lambda x under H naught is true. H naught ശരിയാവുന്ന സമയത്ത് നമുക്ക് H naught 1000 എന്ന് പറയുന്ന വാല്യൂ എടുക്കാം. ആ കേസിൽ ലാംഡ എന്ത് വരും? 1/1000. ശരിയല്ലേ? അപ്പൊ 1/1000 e raised to minus 1/1000 into x dx. Okay, അപ്പൊ 1/1000 ഇവിടെ ഉണ്ട്. Then e raised to minus 1/1000 x നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. e raised to minus x ന്റെ ഇന്റഗ്രൽ എന്താ? e raised to minus x by that x ന്റെ കോഎഫിഷ്യന്റ്. അപ്പോ e raised to minus 1/1000 x by minus 1/1000. 1200 to infinity. ശരിയല്ലേ? ഈ 1/1000 ഈ 1/1000 കൂടെ ക്യാൻസൽ ചെയ്തൂടെ? ഇനി ഒരു മൈനസ് നമുക്ക് കോമൺ ആയിട്ട് അങ്ങ് എടുത്തൂടെ? Then e raised to minus 1/1000 into x. അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പൊ e raised to minus infinity, that is 0. Minus lower limit e raised to minus 1200 by 1000.
ഈ മൈനസ് പോയി, മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ പ്ലസ് ആവും. സീറോയും സീറോയും ക്യാൻസൽ ചെയ്തു. ദെൻ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്തു. ദെൻ 12/10. അപ്പോ 1.2. അപ്പൊ e raised to minus 1.2. So the answer is option B. e raised to minus 1.2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ ഭയങ്കര കഥയായിട്ട്, അതായത് ഞാൻ ഒരു ആൻസർ സോൾവ് ചെയ്ത് കാണിക്കുന്നത് ഒന്നും അറിയാത്ത ഒരാൾ ഇതിനെ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. ബിക്കോസ് നമുക്ക് കൊമേഴ്സും മാത്സും അല്ലെങ്കിൽ എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യേണ്ടത്. സോ ആ ഒരു ലോ ലെവൽ മീൻസ് ലോ ലെവൽ ഐ മീൻ ഒന്നും അറിയാത്ത, സ്റ്റാറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണോ ഇത് മനസ്സിലാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കഥ പറഞ്ഞു വരുന്നത്. ഓക്കെ, കാരണം എല്ലാവർക്കും പഠിക്കണ്ടേ, അതുകൊണ്ടാണ് ഇത് ഇത്ര വലുതായിട്ട് തോന്നുന്നത്. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ഒറ്റ പരിപാടി ഇതിനകത്തുള്ളൂ. സോ ഹിയർ ദ ആൻസർ, ദ സൈസ് ഓഫ് ടൈപ്പ് 1 error is e raised to minus 1.2. Okay. Second question. In tossing of a coin, let the probability of turning up a head be P. The hypotheses are H0, P equal to 0.4 versus H1, P equal to 0.6. H0 is rejected if there are 5 or more heads in 6 tosses. Then the size of type first error is. Here also we need to find out the value of alpha. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ ആൽഫേന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കഥകളൊക്കെ ഒന്ന് വായിക്കാം. In tossing of a coin, ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. Let the probability of turning up a head be P. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി P ആണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി P ആണ്. The hypotheses are H0, P equal to 0.4 versus H1, P equal to 0.6. ഞാനത് എടുത്ത് എഴുതുന്നില്ല. ഇതാണ് നമ്മുടെ H0 ഉം H1. ഇനി ടെസ്റ്റിംഗിന്റെ എന്ത് കാര്യം ചെയ്യാനും we need a rejection region or a critical region. ഒരു റിജക്ഷൻ റീജിയൺ ഇല്ലാതെ നമുക്ക് ഒരു പരിപാടിയും ടെസ്റ്റിംഗിൽ നടക്കില്ല. അപ്പൊ ആ റിജക്ഷൻ റീജിയൺ എങ്ങനെയാ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനകത്ത് റിജക്ഷൻ റീജിയൺ എങ്ങനെ എടുക്കണം, സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. H0 is rejected if. ഇങ്ങനെയാണെങ്കിൽ ഞാൻ H0 റിജക്ട് ചെയ്യും. എങ്ങനെയാണെങ്കിൽ അതാണ് റിജക്ഷൻ റീജിയൻ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ H0 റിജക്ട് ചെയ്യും. ആ എങ്ങനെയാണെങ്കിൽ എന്നുള്ളതാണ് റിജക്ഷൻ റീജിയൻ. ഇവിടെ നോക്കിയേ, H0 is rejected if. എപ്പോഴാ H0 റിജക്ട് ചെയ്യുന്നത്? There are 5 or more heads. ഇപ്പൊ നമ്പർ ഓഫ് ഹെഡ്സ് നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ x greater than or equal to 5 വന്നാൽ we can reject H0. അങ്ങനെയാണെങ്കിൽ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? Probability of reject H0 when H0 is true, which is equal to probability of x greater than or equal to 5 versus H0 എന്താ? P equal to 0.4. ഇതെങ്ങനെ evaluate ചെയ്തെടുക്കാം? That is the question actually. Simple ആണ്. Because ഇവരിതിനെ എടുത്ത് പറയുന്നുണ്ട്, we reject H0 if there are 5 or more heads in 6 tosses. അതായത് മൊത്തം 6 തവണയെ നമ്മൾ ടോസ് ചെയ്യുന്നുള്ളൂ. ആ 6 തവണ ടോസ് ചെയ്യുന്നതില് 5ഉം ഹെഡ് ആവുമ്പോഴാണ് നമ്മൾ റിജക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ ശരിക്കും 6 വരെ ഉള്ളൂ. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ 6, അതിൽ ഏതെങ്കിലും ഒന്നേ വരാനുള്ളൂ. ഇനി ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? സിമ്പിൾ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഈ എക്സ് ശരിക്കും ഏത് ഡിസ്ട്രിബ്യൂഷനാ ഫോളോ ചെയ്യുന്നേ? അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. ശരിക്കും അതായിരുന്നു നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തേണ്ടിരുന്നത്. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് താഴെയായി പോയതേ ഉള്ളൂ. ശരിക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാല് അവിടുത്തെ റാൻഡം വേരിയബിൾ എന്ത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ടോസിംഗ് ഓഫ് എ കോയിൻ, ഒരു കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്ന് പറയുന്ന രണ്ടേ പോസിബിൾ ഔട്ട്കംസേ ഉള്ളൂ. ട്രയൽസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആണ്. നമ്പർ ഓഫ് ട്രയൽസ് ഫൈനൈറ്റ് ആണ്. സക്സസിന്റെ ആണെങ്കിലും ഫെയിലുവറിന്റെ ആണെങ്കിലും പ്രോബബിലിറ്റി സെയിം ആണ് ഫോർ ഈച്ച് റോ. സോ ഇറ്റ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഓൾസോ ഹിയർ
the number of doses is 6. It's very finite value. അത് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ അതിന് 30 മേലെയൊക്കെ പോകുമ്പോഴാണ് ബൈനോമിയൽ പോയിസോൺ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഉണ്ട് കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഈ ടോസിംഗ് ഓഫ് എ കോയിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് പലതും വായിക്കുമ്പോൾ ആ ടോസിംഗ് ഓഫ് എ കോയിൻ അല്ലേ, അപ്പൊ അത് ബൈനോമിയൽ ആയിരിക്കും എന്ന് ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും ചിന്തിക്കും. പക്ഷെ നമ്പർ ഓഫ് ട്രയൽസ് നോക്കണം. അത് ഇൻഫിനിറ്റി ആവുമ്പോ ചിലപ്പോ അത് പോയിസോണിലോട്ട് നോർമലിലോട്ടും ഒക്കെ പോകും. ഓക്കെ, റെയർ കേസ് ആണോ നോക്കണം. റെയർ കേസ് എന്തെങ്കിലും ഒരു റെയർ കേസിന്റെ കാര്യമാണ് ഇൻഫൈനൈറ്റ് കേസിൽ പറയുന്നതെങ്കിൽ അത് പോയിസോൺ ആയിരിക്കും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ അത് നോർമലിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ അതൊക്കെ നോക്കിക്കോണം. അപ്പൊ ഇവിടെ ബൈനോമിയൽ ആണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് NCX, അപ്പൊ ടോട്ടൽ n ആകെ 6 പ്രാവശ്യമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ 6C5 0.4 P 0.4 ആണെങ്കിൽ Q 0.6 ആയിരിക്കുമല്ലോ. whole raised to n minus x, that is 1, plus next 6 ഉണ്ട് 6C6 0.4 raised to 6 0.6 raised to 0 minus 6 minus 6 വരുമല്ലോ. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ 0.041 കിട്ടും. ഓപ്ഷൻ എ വരും. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ടാൽ മതി. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ മാത്തമാറ്റിക്കൽ വാല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണ് തരാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് നോക്കിക്കോളാം. അപ്പോ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഈ കഥയൊക്കെ പറയുന്നതുകൊണ്ടാണ് വലുതായിട്ട് തോന്നുന്നത്. Basically, it's a very simple question. The answer is 0.041. That is option A. Okay, le? Now, third question. I think it is the same question as 2. In tossing of a coin, let the probability of turning up a head be P. The hypotheses are H0, P equal to 0.4 versus H1, P equal to 0.6. H0 is rejected if there are 5 or more heads in 6 doses. Then the power of the test is. അതായത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ അവിടെ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പവറിന്റെ ഇക്വേഷൻ അറിയണേ. പവറിന്റെ ഇക്വേഷൻ എന്താ? 1 minus beta, that is 1 minus probability of type 2 error. Apo here this problem is solved when we need to find out the probability of type 2 error. Probability of type 2 error കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ. So probability of type 2 error ആദ്യം കണ്ടുപിടിക്കാം, which is equal to probability of accept H0. അപ്പൊ reject H0 ന്റെ നേരെ ഓപ്പോസിറ്റ്. റിജക്ട് ചെയ്യപ്പെടുന്നത് x greater than or equal to 5 ആവുമ്പോഴാണ്. സോ ആക്സെപ്റ്റ് ചെയ്യുന്ന എപ്പോഴാ? അപ്പോ നേരെ ഓപ്പോസിറ്റ്, x less than 5 ആവുന്ന സമയത്ത്. ആൻഡ് ഓൾസോ ഹിയർ H1 is true. H1 true ആവുമ്പോ P equal to 0.6. x less than 5 എന്ന് പറയുമ്പോ എന്തൊക്കെ വരും അവിടെ? x less than 5 എന്ന് പറയുമ്പോ അവിടെ 0 വരാം, ഹെഡ് വരാത്ത സിറ്റുവേഷൻ വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം, 3 ഹെഡ് വരാം, 4 ഹെഡ് വരാം. അത്രയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടോ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് തിരിക്കാം. 1 minus probability of x greater than or equal to 5 versus 0.6. ശരിയല്ലേ? സിമ്പിൾ പ്രോബബിലിറ്റിയുടെ റൂൾ ആണ്. That's equal to 1 minus. അപ്പൊ ഇനി എന്തൊക്കെ ഒരു എക്സിന്റെ വാല്യൂ? 5 or 6 വരും. ഇത് സിമ്പിൾ അല്ലേ? 1 minus 6C5 0.6 raised to 1. ഇവിടെ ഒരുപാട് ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ടൈപ്പ് 1 എറർ കണ്ടുപിടിച്ചപ്പോ നമ്മൾ ഓൾറെഡി 5ന്റെ 6ന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചില്ലേ, അത് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. തെറ്റാണ്. കാരണം അവിടെ H0 ആയിരുന്നു ട്രൂ. അപ്പൊ P യുടെ വാല്യൂ നമ്മൾ 0.4 എടുത്തേ. ഇവിടെ H1 ആണ് ട്രൂ. അപ്പൊ നമ്മൾ P യുടെ വാല്യൂ 0.6 എടുക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. Then 0.4 raised to 1 plus 6C6 0.6 raised to 6 0.4 raised to 0. So that's equal to 1 minus
പിന്നെ ആൻസർ എന്ത് വരും? ഇത്രയും evaluate ചെയ്യുന്ന സമയത്ത് 0.23328 വരും. That's equal to 0.76672. So this is the final answer. അങ്ങനെ ഒരു ഓപ്ഷൻ എയിൽ ഉണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ എ is the correct answer. സിമ്പിൾ അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. Fourth question. This is very important question. ഒരു MSc level exam ആണ് നമ്മൾ ആക്ച്വലി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പൊ MSc level exam ആവുമ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആളെ പോലെ ഇരിക്കും. ചില ആൾക്കാർ MSc level exam ആണെങ്കിലും ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടങ്ങ് പോകും. പക്ഷെ ചില ആൾക്കാര് MSc level exam ആണെങ്കിൽ MSc level ക്വസ്റ്റ്യൻ ഇടും. അങ്ങനെ ഇടാൻ പറ്റിയ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. It is decided that the sample standard deviation should not differ from population standard deviation by more than 3%. To have 68.26% confidence, the sample size should not be less than. കണ്ടോ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. It is decided that the sample standard deviation, that is S, should not differ from population standard deviation. അത് population standard deviation ൽ നിന്നും ഡിഫർ ചെയ്യുന്നില്ല. should not differ from population standard deviation by more than 3%. Okay. To have 68.26% confidence, 68.26% കോൺഫിഡൻസിൽ സാമ്പിൾ സൈസ് should not be less than, എത്രന്ന് താഴെ ആയിരിക്കില്ല. സാമ്പിൾ സൈസിന്റെ ഒരു ബൗണ്ടറി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് സാമ്പിൾസിന്റെ ബൗണ്ടറി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 68.26ന്റെ അർത്ഥം എന്താ? ഈ 68.26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the desired confidence level is 68.26%. That means approximately 1 standard deviation for the normal distribution. ഒരു 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ വരും? അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ എസ് ഷുഡ് നോട്ട് ഡിഫർ ഫ്രം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഇസ് സിഗ്മ. അപ്പൊ എസ് സിഗ്മയിൽ നിന്നും എങ്ങനെ ഡിഫർ ചെയ്യാൻ പാടില്ല? ബൈ മോർ ദാൻ 3%. 3% എന്ന് പറഞ്ഞാൽ 0.03 അല്ലെ? പാടില്ല. ആ കോൺഫിഡൻസ് പെർസെന്റ് 68.26 ആണ് എന്ന് വെച്ചാ 1 + 0.03 1 - 0.03. ആ 68.26ലാണ് നമ്മുടെ സംഭവിക്കുന്നത്. 68.26 എന്ന് പറഞ്ഞാൽ that is approximately 1 standard deviation ആണ്, 1 സിഗ്മയാണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര കിട്ടും? 1 + ഇത് വരുമ്പോ 1.03. ഇത് എത്ര വരും? 0.97. That means S by sigma is in between 0.97, 1.03. ശരിയല്ലേ? ശരിയല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? പ്രോബബിലിറ്റി ഓഫ്, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് സംഭവം. പ്രോബബിലിറ്റി ഓഫ് 0.97 less than or equal to S by sigma less than or equal to 1.03 is equal to 0.6826. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സംഭവം. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അറിയേണ്ട കാര്യം എന്താ? 68.26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് ലെവൽ എത്ര വരും? ഇനി എന്ത് ചെയ്യാം? നമുക്കിതിനെ കൈ സ്ക്വയറിലോട്ട് ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. കൈ സ്ക്വയറിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? നമുക്കറിയാം n-1 into s square by sigma square ആണ് കൈ സ്ക്വയർ വിത്ത് n-1 degrees of freedom. അപ്പൊ അങ്ങോട്ട് ആക്കി എടുക്കണം. അപ്പൊ ആദ്യം സ്ക്വയർ ചെയ്യണം.
probability of 0.97 square less than or equal to x by sigma square less than or equal to 1.03 square is equal to 0.6826. ഇനി ഒരു n minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടെ വേണ്ടേ? So finally, which implies probability of n minus 1 into ആ n നമുക്ക് അറിയില്ല, ആ n ന്റെ ബൗണ്ടറിയെ കണ്ടുപിടിക്കണ്ടേ, into 0.97 സ്ക്വയർ less than or equal to, അപ്പൊ ഇവിടെ n minus കൂടെ വരുമ്പോൾ chi square ആവുമല്ലോ, chi square distribution with n minus degrees of freedom less than or equal to n minus 1 into 1.03 square is equal to 0.6826. ശരിയല്ലേ? ശരിയല്ലേ? ഒന്ന്, ഇത് ഈ രീതിയിൽ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, പക്ഷെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, ഇതല്ലാതെ എങ്ങനെ ചെയ്യാം? കുറച്ചുകൂടി എളുപ്പമായിട്ട് ഞാൻ ഇത് നമ്മൾ സാധാരണ ഒരാൾ ചെയ്യുന്ന പോലെ ഞാൻ കാണിച്ചു തന്നതാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താ? ഫോർ ലാർജ് കേസിൽ chi സ്ക്വയറിനെ നമുക്ക് നോർമലിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ വിത്ത് മീൻ n minus 1 വേരിയൻസ് 2 into n minus 1. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2 into n minus 1. അപ്പൊ റിലേറ്റീവ് എറർ എന്ത് വരും? 1 by root 2 into n minus 1. അതായത് 1 by സ്റ്റാൻഡേർഡ് എറർ ആണല്ലോ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന 3%. ശരിയല്ലേ? അതായത് 1 by square root of 2 into n minus 1 is equal to 0.03. That implies 2 into n minus 1. Approximately ആണ് 2 into n minus 1 is equal to 1 by 0.03 square. That implies n is equal to approximately 5506. Option B. അപ്പൊ ഇത് രണ്ട് രീതിയിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. Okay. Fifth question. Two samples, one from urban and the other from rural adult males of sizes 400 and 600, had standard deviation 165 cm and 175 cm respectively. Test of hypothesis of equality of standard deviation in the two population at 5% level is accepted, rejected, no decision, none of them. വളരെ സിമ്പിളാ. നമുക്ക് ഓൾറെഡി അറിയാം രണ്ട് പോപ്പുലേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ടെസ്റ്റ് ചെയ്യുന്ന സംഭവം, അതായത് H0 σ1 equal to σ2. ഇത് entirely goes upon F distribution. ശരിയല്ലേ? ഇത് F distribution ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ F distribution വെച്ച് വേണം ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി എന്താ, ഇത് എങ്ങനെ ചെയ്യാം? രണ്ട് സാമ്പിൾസ് ഉണ്ട്, റൂറലും urbanum. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ തന്നിട്ടില്ല. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഈ എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ S1 സ്ക്വയർ ബൈ S2 സ്ക്വയർ അല്ലെങ്കിൽ S2 സ്ക്വയർ ബൈ S1 സ്ക്വയർ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ വരുന്നത്. ഇനി ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേരെ, ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം, ഒരു ട്രിക്ക് പറഞ്ഞുതരാം. വലുതിന്റെ സ്ക്വയർ മുകളിൽ കൊടുക്കാം, ചെറുതിന്റെ സ്ക്വയർ ഡിനോമിനേറ്ററിൽ കൊടുക്കാം. അതായത് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിന്റെ സ്ക്വയർ ആണ്. അതിൽ വലിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ മേളിലും ചെറുതിന്റെ താഴെയും കൊടുക്കുക. അതാണ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി. ഇവിടെ വലിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാ? 175ന്റെ സ്ക്വയർ ബൈ 165ന്റെ സ്ക്വയർ. ഇത് ചെയ്യുന്ന സമയത്ത് 0.889 വരും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കിട്ടി. ഇനി ശരിക്കും ടേബിൾ വാല്യൂ 5% ലെവൽ ഇതിനകത്ത് തരേണ്ടതാണ്, പക്ഷെ ഇതിനകത്ത് തന്നിട്ടില്ല. അതിന്റെ വാല്യൂ ഞാൻ പറയാം. F 0.025 0.887, 0.975 1.127. ഇതാണ് എഫ് വാല്യൂസ് വരുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ 0.889 ആണ്. അതായത് ഇത് 7 ആണ്, ഇത് 9 ആണ്. അപ്പൊ റിജക്ഷൻ ക്രൈറ്റീരിയ എഴുതി നോക്ക്. 0.887 less than 0.889 less than 1.127 ആണോ? ആണ്. കറക്റ്റ് അല്ലേ? ആണ്. അതായത് വി റിജക്ട് H naught. നമ്മൾ എപ്പോഴാ റിജക്ട് ചെയ്യുന്നത്? ഈ എഫിന്റെ വാല്യൂ ലെസ് ദാൻ എഫ് ആൽഫ ബൈ 2 ആവുമ്പോ ആണല്ലോ. എഫിന്റെ വാല്യൂ 0.889 അല്ല, തെറ്റാണല്ലേ. എഫ് ആൽഫ ബൈ 2ന്റെ വാല്യൂ 0.887 ആണ്. അപ്പൊ ഇത് തെറ്റി. അതേപോലെ എഫിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ F1 മൈനസ് ആൽഫ ബൈ 2 വരണം. എഫിന്റെ വാല്യൂ 0.889 ഗ്രേറ്റർ ദാൻ 1.127, അതും തെറ്റാണ്. സോ വി ഡു നോട്ട് റിജക്ട് H naught. നമുക്ക് H naught റിജക്ട് ചെയ്യാൻ പറ്റില്ല. സോ ആക്സെപ്റ്റ് H naught. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ശരിയല്ലേ? ആക്സെപ്റ്റ് H naught. അപ്പോ ഇവിടെ നമ്മളൊരു ട്രിക്ക് പഠിച്ച എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. 6th question. 2 samples of sizes 10 and 8 had sample means 18 cm and 12 cm with variances 25 and 16. Supposing that the samples have been drawn from normal population n mu1 sigma 1 square and n mu2 sigma 2 square, then the value of statistic T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ രണ്ട് പോപ്പുലേഷന്റെ മീൻ വാല്യൂസ് ഈക്വൽ ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നമുക്ക് 3 കേസ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞതാണ്. ഇങ്ങനൊരു കാര്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3 കേസസ് ആണ് എറൈസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അൺനോൺ ആയിട്ട് വരാം, 2 അൺനോണിൽ തന്നെ ഈക്വൽ ആയിട്ട് വരാം, 3 നോൺ ആയിട്ട് വരാം. ഇവിടെ സിഗ്മ തന്നിട്ടുണ്ടോ എന്ന് ചുമ്മാ നോക്കിയേ. 2 സാമ്പിൾ സൈസസ് ഉണ്ട്. n1 equal to 10, n2 equal to 8. ആ സാമ്പിളിന്റെ മീൻ വാല്യൂസ് ആണ് x1 bar 18, x2 bar 12. ആ സാമ്പിളിന്റെ വേരിയൻസസ് ആണ് s1 square 65, s2 square 60, 25. ഇവിടെ സിഗ്മകൾ ഇല്ല, തന്നിട്ടില്ല. അപ്പോ സിഗ്മകൾ ഇവിടെ അൺനോൺ ആണ്. ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. അവർ ഈക്വലും അല്ല. ആ സ്റ്റാറ്റിസ്റ്റിക് ഏതാണ്? ടി സ്റ്റാറ്റിസ്റ്റിക്. ഇവിടെ സാമ്പിൾ സൈസ് സ്മോൾ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. അപ്പൊ ടി സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഏതാത് വരാം? x1 bar minus x2 bar whole divided by square root of s1 square by n1 plus s2 square by n2. That's equal to x1 square എന്താ? 18 minus 12 by square root of 25 by 10 plus 16 by 8. That's equal to 2.83. So the answer is option B. Simple question അല്ലേ? ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ടെസ്റ്റിംഗിന്റെ ഒരുവിധം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. എന്ത്? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് നന്നായിട്ട് അറിയാം. Okay. 7th question. A manufacturer claims that his items could not have a large variance
18 of his items has a variance 0.033, then the value of statistic chi square to test h naught sigma square equal to 1 is. That is the question. ഒരു manufacturer claims that ചെയ്യുന്നത് his items could not have a larger variance. അയാളുടെ ഐറ്റത്തിന് വേരിയൻസ് കൂടുതലല്ല, could not have a variance, അതായത് ഒരുപാട് മോശമല്ല എന്നാണ് അതിന്റെ അർത്ഥം, ഒത്തിരി വേരിയബിലിറ്റി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. 18 of his items has a variance 0.033. 18 of his items, അതായത് ഒരു സാമ്പിൾ ആണ് അയാൾ പറഞ്ഞിരിക്കുന്നത് 18, അതിന്റെ വേരിയൻസ് S1 സ്ക്വയർ ആണ് അയാൾ പറഞ്ഞിരിക്കുന്നത് 0.033. അങ്ങനെ ആണെങ്കിൽ chi square സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഫോർ ടെസ്റ്റിംഗ് h naught sigma square equal to 1. എന്താ chi squareന്റെ വാല്യൂ? സിമ്പിൾ അല്ലേ? That's equal to n minus 1 into s square by sigma naught square. That's equal to 17 into 0.033 by sigma naught square 1 square. That's equal to simple 0.561. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു സെന്റൻസ് എന്തിനാ ഇവർ തന്നേ? ഒരു ആവശ്യമില്ല. കാര്യം ഇവിടെ നമ്മളൊരു ഡിസിഷൻ അല്ല പറയുന്നത്, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ നമ്മളെ ഇങ്ങനെ തെറ്റിക്കാനുള്ള ഒരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാര്യം വായിച്ചു നോക്കുക ഇൻ ദ സെൻസ്, ഇത് കാണുമ്പം അയ്യോ ഇതിൽ കുറെ പണിയെടുക്കാനുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഇത് വിടും. പക്ഷെ ശരിക്കും സിമ്പിളാ. അതാണ് ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം. Eighth question. The variance due to the two treatments in an experiment is 480 and the error variance is 60 with 40 degrees of freedom. Test for the equality of treatments effect reveals that. Variance due to treatments തന്നിട്ടുണ്ട്. അതായത് SST, ഇത് അനോവയുടെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. SST തന്നിട്ടുണ്ട് 480, അതിന്റെ എറർ വേരിയൻസ് തന്നിട്ടുണ്ട് 60, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 14. Then test for the equality of treatment effect reveals that. അതായത് ഇവിടെ ഒരു ഡിസിഷൻ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്. എളുപ്പമല്ലേ? അനോവയില് എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഇക്വേഷൻ എന്താ? MST by MSC. MST തന്നിട്ടുണ്ട് 480, എററിന്റെ തന്നിട്ടുണ്ട് 60. സിമ്പിൾ. That's equal to 8. ഇനി റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ നോക്കിയാ പോരെ. എഫിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ റിജക്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ 8, അത് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ 4.60. കറക്റ്റാ, വളരെ കറക്റ്റാ. സോ വി ക്യാൻ റിജക്ട് എച്ച് നോട്ട്. അതിന്റെ അർത്ഥം എന്താ? എച്ച് നോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യാം. എച്ച് നോട്ട് എപ്പോഴും ന്യൂട്രൽ മീനിങ്ങിലാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എപ്പോഴും ഇക്വാലിറ്റി ആണ് എച്ച് നോട്ടിൽ വരാം. അപ്പോ ട്രീറ്റ്മെന്റ്സ് ആർ ഈക്വലി എഫക്റ്റീവ് അല്ല, അത് റിജക്ട് ചെയ്യണം എന്നാ പറഞ്ഞേ. അപ്പോ ട്രീറ്റ്മെന്റ്സ് ഡിഫർ സിഗ്നിഫിക്കന്റ്ലി. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ടെസ്റ്റിംഗില് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഡിസിഷൻസ് ചോദിച്ചു കളയുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ ഇവിടെ തന്നെ റിജക്ട് ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പൊ എച്ച് നോട്ട് കറക്റ്റ് ആയിട്ട് അറിയണം, എന്നാലേ നമുക്ക് അത് റിജക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ എച്ച് നോട്ട് ഇവിടെ റിജക്ട് ചെയ്തു, അപ്പോ ട്രീറ്റ്മെന്റ് എഫക്ട് ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. അപ്പോ ഡിഫർ സിഗ്നിഫിക്കന്റ്ലി. ഓക്കെ അല്ലേ? Ninth question. It is expected that 50% people of a city are cinema goers. A survey of 1,600 people revealed that 35% people go to cinema. Then what is the value of statistics set is? ഇത് ഒരു പോപ്പുലേഷന്റെ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ളതൊന്നും അല്ല, വേരിയൻസ് ടെസ്റ്റ് ചെയ്യാനുള്ളതൊന്നും അല്ല. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇത് എന്താ? It is expected that 50% cinema lovers, cinema goers ആണ്. അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ
ഒരു പ്രൊപ്പോർഷൻ ആണ് ഇവിടെ നോക്കുന്നത്. ഒരു 1600 ആൾക്കാരുള്ള ഒരു സർവേ, അതിൽ 35% ആൾക്കാർ സിനിമയ്ക്ക് പോകും. അപ്പൊ അതൊരു പ്രൊപ്പോർഷൻ അല്ലേ? അപ്പൊ ഇത് പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാ. ഇനി ഒരു പോപ്പുലേഷൻ ആണോ 2 പോപ്പുലേഷൻ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒറ്റ പോപ്പുലേഷനേ ഉള്ളൂ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക് എന്താ? Z is equal to P cap minus P naught by square root of P naught Q naught by N. ശരിയല്ലേ? P cap എന്താ? അതാണ് എക്സ്പെക്ടഡ് വാല്യൂ പറഞ്ഞത്. ദാറ്റ് ഇസ് അല്ല, P cap എന്ന് പറയുന്നത് എന്താ? സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ ആണ് അല്ലേ? 1600 സാമ്പിൾ എടുത്ത്, ഇതൊരു ലാർജ് സാമ്പിൾ ആയിട്ടാണ് വരുന്നത് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു 1600 ആൾക്കാരെ എടുത്തിട്ട് അതിലെ 35% സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയി. അപ്പൊ പി ക്യാപ്പ് എന്താ? ദാറ്റ് 35%. അപ്പൊ 0.35 മൈനസ് പി നോട്ട് എന്താ? 50% എക്സ്പെക്ട് ചെയ്തേ. അപ്പൊ എച്ച് നോട്ട് പി ഈക്വൽ ടു പി നോട്ട്. ആ പി നോട്ട് എന്താ? 50%. ദാറ്റ് ഇസ് 0.5 divided by square root of 0.5 into 0.5 by n, that is 1600, is equal to minus 0.15 by 0.0125. That's equal to minus 12.0. Option D. ശ്രദ്ധിക്കണം, അബ്സല്യൂട്ട് വാല്യൂ ഒന്നും അല്ല ചോദിച്ചത്, ചുമ്മാ വാല്യൂ സ്റ്റാറ്റിസ്റ്റിക് ആണ് ചോദിച്ചത്. അപ്പൊ മൈനസ് കളയേണ്ട ആവശ്യമില്ല. നമ്മളെ തെറ്റിക്കാൻ എയും ഡിയും തന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ അല്ലേ? Tenth question is also very important. A normal population has a mean of 0.5 and standard deviation 6.0. Then the probability that the sample mean of 625 items of a sample will be negative is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നോർമൽ പോപ്പുലേഷന്റെ മീൻ 0.5 ആണ്. ദാറ്റ് ഇസ് mu is equal to 0.5 and അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ is equal to 6. Then കണ്ടുപിടിക്കേണ്ടത് probability that the sample mean of 625 items of a sample will be negative. അതായത് probability of sample mean, that is x bar, of 625 items, n is equal to 625 items, will be negative. Will be negative എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു മൈനസ് സംഖ്യ കാണിക്കണം എന്നാണോ? അല്ല, that is obviously less than 0. ശരിയല്ലേ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സീറോയ്ക്ക് താഴെയാവുന്ന ഒരു കേസ്. അതാണ് ചോദ്യം. വളരെ സിമ്പിൾ അല്ലേ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി ഇന്റഗ്രേറ്റ് ചെയ്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനെ നമുക്ക് ടേബിളിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്താലേ പറ്റൂ. അതായത് സ്റ്റാൻഡേർഡ് നോർമലിലോട്ട് ആക്കണം. സിമ്പിൾ. എക്സ് ബാറിനെ എങ്ങനെ സ്റ്റാൻഡേർഡ് നോർമലിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ sigma by root n less than 0 minus mu, that is 0.5 by sigma 6 by root n, root is 625. So probability of z less than minus 0.5 by 6 by root 25, അതെന്ത് വരും? minus 2.0833. ഇത് ടേബിൾ വാല്യൂ നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. വിഷമിക്കേണ്ട. ടേബിൾ വാല്യൂ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. സോ ദ ആൻസർ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.0188. ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ. അപ്പോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? Eleventh question. The claimed average life of electric bulbs in 1000 hours with a standard deviation is equal to 250 hours
To make 95% sure that the bulbs should not fall below the claimed average life by more than 5%, the sample size should be. The claimed average life of electric bulb is 2000 hours. അതായത് അവര് ക്ലെയിം ചെയ്യുന്നത് ഇലക്ട്രിക് ബൾബിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 2000 hours ആണ്. അപ്പോ H0 mu is equal to 2000 with a standard deviation 250. അപ്പൊ ആ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് തന്നിട്ടുള്ളത് 250. To make 90% sure that the bulbs should not fall below the claimed average life by more than 5%. ഒരു 5% കൂടുതൽ should not fall below. അപ്പൊ ക്ലെയിം ചെയ്തിരിക്കുന്നതിനേക്കാളും താഴെ പോകില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കണം. 95% ഉറപ്പ് കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ സാമ്പിൾ സൈസ് എത്ര എടുക്കണം? അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ സൈസ് എത്ര എടുക്കണം നമ്മൾ? അതാണ് ചോദ്യം. അതായത് ശരിക്കും ഇവിടെ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, 5% കൂടുതൽ താഴെ പോകില്ല എന്ന് 95% ഉറപ്പ് കൊടുക്കാൻ എത്ര സാമ്പിൾ സൈസ് എടുക്കണം? ഇത് ചെയ്യാൻ പോയാല് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം പ്രോബബിലിറ്റി ഒക്കെ വെച്ചിട്ട്. ഇത് പക്ഷെ നമുക്ക് മാർജിൻ ഓഫ് എറർ വെച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഒരു മാർജിൻ ഓഫ് എറർ അവർ പറഞ്ഞിട്ടുണ്ട് 5%. ഓക്കെ, അതായത് മാർജിൻ ഓഫ് എറർ ഈസ് ഈക്വൽ ടു 5%. ഓക്കെ, ആ ഈയുടെ ഇക്വേഷൻ എന്താ? Z into sigma by root. അപ്പൊ അതിനകത്ത് നിന്ന് n എങ്ങനെ എടുക്കാം? n is equal to Z sigma by e the whole square, because ഇവിടെ റൂട്ട് ആണല്ലോ ഉള്ളത്. ഈ മാർജിൻ ഓഫ് എറർ വെച്ച് എന്നെ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ നല്ലോണം പഠിച്ചു വെച്ചോണം കേട്ടോ. ഇത് നമുക്ക് പലയിടത്തും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ സിമ്പിൾ ആയിട്ട്. n is equal to Z ന്റെ വാല്യൂ എന്താ? ഇത് 95% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 1.96 into sigma 250 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ മാർജിൻ ഓഫ് എറർ 5% ആണ്. അപ്പൊ 5% into 2000, that is 100. The whole square is equal to 24.01. ഇപ്പൊ എന്താ വരാ? രണ്ടായിരത്തിന്റെ മീൻസ് 5% അങ്ങനെയാണ് 100 വന്നിട്ടുള്ളത്. 5/100 into 2000. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 24.01. ഇതിന്റെ ആൻസർ നൺ ഓഫ് ദ എബോവ് ആണ്. കാരണം 25.01 വന്നാലും ഒരു ഇച്ചിരി ഉണ്ടെന്നാണ്. അങ്ങനെ വന്നാൽ മുന്നോട്ട് വേണം റൗണ്ട് ചെയ്യാൻ. അപ്പൊ 25 വേണം റൗണ്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ അങ്ങനെ ഇല്ല. സോ നൺ ഓഫ് ദ എബോവ്, ബിക്കോസ് ഇറ്റ്സ് എ സാമ്പിൾ സൈസ്. അധികം വരുന്നതിനെ നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല, കാരണം അതൊരു സാമ്പിൾ ആണ്. ഓക്കെ, സോ നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 12th question. Given that the sample statistic n1 തന്നിട്ടുണ്ട്, x1 bar തന്നിട്ടുണ്ട്, s1, n2, x2 bar, s2 എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ആണ് ചോദ്യം. ഇതിപ്പോ കുറെ ആയിട്ട് നമ്മൾ കാണുന്നില്ലേ ഇത്. ഇനിയിപ്പോ സ്റ്റാറ്റിസ്റ്റിക് ഞാൻ ഡയറക്റ്റ് എഴുതിക്കോട്ടെ. t is equal to x1 bar minus x2 bar by square root of s1 square by n1 plus s2 square by n2. That's equal to 24.5 minus 20.0 by square root of 2.5 square by 400 plus 2 square by 500. So the final answer is 4.5 by 0.1536. That's approximately equal to 30. Option C. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര എളുപ്പം ചെയ്യാൻ പറ്റിയത്? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ അറിയാം. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. അതാണ് നമുക്ക് നമ്മുടെ
നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആവുന്നു എന്നുള്ളത് നമുക്ക് എത്രത്തോളം ബൈ ഹാർട്ട് ചെയ്യാൻ അറിയാം എന്നുള്ളതിലാണ്. ഓക്കെ, സോ ഈ സ്റ്റാറ്റിസ്റ്റിക്കുകളൊക്കെ പഠിച്ചു വെക്കണം. സോ ഫൈനലി we go to the last question. From a population of 200 items with standard deviation 3, a sample of size n is drawn. If it is desired that the sample mean differs from population mean by 1 unit or more, is controlled by alpha is equal to 0.05, then the value of smallest n is. This is also a very simple question and is very important. A population of 200 items. Population size are ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഹിയർ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ സാമ്പിൾസ് എന്താ പറയാ നമ്മള് ഇൻസ്റ്റെഡ് ഓഫ് സാമ്പിൾ സൈസ് ഇറ്റ് ഇസ് പോപ്പുലേഷൻ സൈസ്. സോ ക്യാപിറ്റൽ N is equal to 200 with standard deviation that is sigma equal to 3. എന്നിട്ട് നമ്മൾ ഒരു സാമ്പിൾ സൈസ് n ഡ്രോൺ ചെയ്തു, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. If it is decided that a sample mean differs from population mean by 1 unit, sample mean ആയിട്ടുള്ള x bar population mean ആയിട്ടുള്ള mu ൽ നിന്ന് ഡിഫർ ചെയ്യുന്നത് 1 യൂണിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. അതായത് probability of x bar minus mu greater than 1 ആണ് ഈ 0.05 എന്ന് തന്നിരിക്കുന്നത്. സിംപ്ലി ഇത് സോൾവ് ചെയ്താൽ മതി. എങ്ങനാ? സ്റ്റാൻഡർഡൈസ് ചെയ്യാം, കാരണം നമുക്ക് ടേബിൾ വാല്യൂ ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട്. അപ്പൊ ഇവിടെ z ആണ് ഗ്രേറ്റർ ദാൻ 1 ബൈ സിഗ്മ ബൈ റൂട്ട് ഈസ് ഈക്വൽ ടു 0.05. പ്രോബബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകണമെന്നില്ല. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിക്കോളൂ ഇതിന്റെ ആൻസർ എന്താണ്. ഇത് ഇങ്ങനെ പോകാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ സാമ്പിൾ സൈസ് കണ്ടുപിടിക്കാൻ മാർജിൻ ഓഫ് എറർ വെച്ചിട്ട്. ക്യാപിറ്റൽ E is equal to z sigma by root n. അപ്പൊ n എന്ത് വരും? z sigma by E the whole square. z ന്റെ വാല്യൂ എന്താ? I mean z എന്ന് പറഞ്ഞാൽ z ആൽഫ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, ടേബിൾ വാല്യൂ ആണ്. That is 1.96 into sigma 3 by E margin of error mean by 1 unit or more ആണ് 1 the whole square. That's approximately equal to 34.57. മുന്നോട്ട് ചെയ്യണം. അപ്പോ 35 ആണ് ആൻസർ. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചെയ്യാം, അതിൽ എളുപ്പമുള്ളത് നമ്മൾ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എടുത്തത്. അറിയാം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇത് ഇങ്ങനെയല്ലല്ലോ, വേറൊരു രീതിയിൽ ചെയ്യാലോ, ഇത് ശരിയാണോ, അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ 13 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്തിയും ആണ്. അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ ലെങ്തി ആക്കുന്നില്ല, വൈൻഡ് അപ്പ് ചെയ്യാം. സോ എപ്പോഴും പറയുന്ന പോലെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, കമന്റ് ബോക്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ്, ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു all.